നമുക്ക് ഇന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ. സോ ലെറ്റ് മീ ഷോ ഹൗ ടു മേക്ക് ഇറ്റ്. ബാ. ഇതുണ്ടാക്കി തുടങ്ങാനായിട്ട് ഞാൻ ആദ്യം 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സൈഡിൽ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഫ്ലവർ, 1 ബീറ്റൻ എഗ്ഗും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിനൊരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇടാം. ഇത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പോട്ടിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ജിഞ്ചറും ഗാർലിക്കും ഇടാം. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലി ഇടാം. 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഡൈസ് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കൂടെ ഇടാം. അതും കൂടെ ഹൈ ഫ്ലെയിമിൽ 4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ട് ചൂടാവുന്ന വരെ ഇളക്കാം. ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച് കോൺസെൻട്രേറ്റ് ഒഴിക്കാം. ഇത് ഇനി തിക്കാവുന്ന വരെ നല്ലതായിട്ട് ഇളക്കാം. ഇത് തിക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച് ചിക്കനും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ വെളിയിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടെ ഇട്ടാൽ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഈ ചില്ലി ചിക്കൻ ഇച്ചിരി സ്റ്റീം റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊറോട്ടയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ചില്ലി ചിക്കൻ റെഡി. ഇനി എന്തുവാ, ഇപ്പോൾ ഉണ്ടാക്കുമല്ലേ?